ഇന്നലെ എയർ ഇന്ത്യൻ വിമാനം അപകടത്തിൽപ്പെട്ട വിവരം എല്ലാവർക്കും അറിയാം. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഈ വിമാനാപകടത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം. പ്രാഥമിക റിപ്പോർട്ട് നമുക്ക് ചില കാര്യങ്ങൾ തെറ്റായി കാണുന്നുണ്ട്. ഇത് ധാരാളം പൈലറ്റുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. പലരും വീഡിയോ തെളിവുകൾ സഹിതം ഇതിനെ ഡീകോഡ് ചെയ്തിട്ടുമുണ്ട്. ആ ഡീകോഡ്സ് കൂടാതെ പല ബോയിങ് പൈലറ്റ്സ് അവരുടെ അഭിപ്രായമായി പറയുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, ഈ അപകടത്തിൽപ്പെട്ടത് ഒരു ബോയിങ് വിമാനമാണ്. ഇത് 787-8 എന്ന ഒരു മോഡലാണ്. ഈ മോഡൽ ഇതുവരെയും ലോകത്തിൽ ഏതൊരു അപകടത്തിലും പെട്ടിട്ടില്ല. ഇതൊരു വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് ആണ്. ഈ ഒരു എയർക്രാഫ്റ്റ് ഏതാണ്ട് പുതിയതാണ്, വളരെ പഴയതെന്ന് പറയാൻ സാധിക്കില്ല. 2013 ഇത് ആദ്യത്തെ അതിൻ്റെ വിമാനയാത്ര നടത്തിയത്. അതിനുശേഷം എയർ ഇന്ത്യ കമ്പനിയിലേക്ക് കൈമാറി. ഏകദേശം 13 വർഷമായി സർവീസിലുള്ള ഒരു വിമാനം. ബോയിങ് സ്റ്റാൻഡേർഡ്സിൽ 13 വർഷം സർവീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമേ അല്ല. ഇത് വളരെ പഴയൊരു എയർക്രാഫ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ എടുത്ത് സംസാരിക്കേണ്ടത്, ട്വിറ്ററിൽ പ്രധാനമായും ചില വ്യക്തികൾ ഈ പ്രത്യേക മോഡൽ, ഇതേ സീരിയൽ നമ്പറുള്ള ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഈ എയർക്രാഫ്റ്റ് ഇതിന് മുൻപ് ചില റൂട്ട്സിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ വിമാനത്തിൽ യാത്ര ചെയ്തവർ എയർ കണ്ടീഷനിങ് വർക്കായിട്ടില്ല, അകത്തുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റംസ് ഒന്നും വർക്കായിട്ടില്ല, ഇങ്ങനെയുള്ള പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതികളെയും ഈ അപകടവും കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടിനും യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. എയർക്രാഫ്റ്റിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് പ്രവർത്തിക്കാത്തതിനും 2 എഞ്ചിനുകൾ പൂർണ്ണമായും പവർ നഷ്ടപ്പെട്ട് ക്രാഷ് ആകുന്നതിനും തീർച്ചയായും ബന്ധമൊന്നുമില്ല. എന്തിന്, എയർ ഇന്ത്യ പോലും കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എയർ ഇന്ത്യയുടെ 787-8 എന്ന ഈ ഒരു മോഡൽ കൂടാതെ 2013 ശേഷം വാങ്ങിയ എല്ലാ എയർ ഫ്രെയിംസിലും ഇന്റീരിയർ പൂർണ്ണമായും മാറ്റണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല, അതെല്ലാം ഞങ്ങൾ പൂർണ്ണമായി മാറ്റാൻ പോകുന്നു എന്നുള്ള ചർച്ചകൾ ഇതിനു മുൻപ് തന്നെ എയർ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർ ഇന്ത്യ എന്ന കമ്പനിയിൽ സീറ്റ് പ്രവർത്തിച്ചില്ല, സീറ്റിലുള്ള ഇൻഫർമേഷൻ സെറ്റപ്പ് ഒന്നും പ്രവർത്തിച്ചില്ല, എയർ കണ്ടീഷൻ പ്രവർത്തിച്ചില്ല, ഇൻഫോർടൈൻമെന്റ് പ്രവർത്തിച്ചില്ല എന്നുള്ളതൊക്കെ എയർ ക്രാഷുമായി ഒന്നും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ തുടക്കത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കാര്യം കാലാവസ്ഥയാണ്. കാലാവസ്ഥ വളരെ കൃത്യമായിരുന്നു. ടെമ്പറേച്ചർ 37 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ആകുന്നതിന് ശരിയായ താപനിലയാണ്, അസഹനീയമൊന്നുമല്ല. അപ്പോൾ ഈ ബോയിങ് കമ്പനിയിലുള്ള ഉദ്യോഗസ്ഥർ, പൈലറ്റ്സ് ഒക്കെ ആദ്യമേ പറഞ്ഞൊരു അഭിപ്രായം, ടെമ്പറേച്ചർ വാസ് നോട്ട് എ പ്രോബ്ലം, അതിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്ന്. പിന്നീട് വിസിബിലിറ്റി, അതും ഓപ്റ്റിമം കണ്ടീഷനിലായിരുന്നു. കൂടാതെ എയർപോർട്ടിന് ചുറ്റുമുള്ള കാറ്റ് അതും വളരെ നോർമലായിരുന്നു. അപ്പോൾ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ശരിയായ ഒരു ഒപ്റ്റിമം കണ്ടീഷനായിരുന്നു ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ഇതൊരു ലോങ് ഫ്ലൈറ്റ് ആണ്, വളരെ ദൂരം യാത്ര ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് ഈ വിമാനത്തിൽ ഇന്ധനം ഫുള്ളായിരുന്നു. പരമാവധി ടേക്ക് ഓഫ് വെയിറ്റിനടുത്തിതുണ്ടായിരുന്നു. അപ്പോൾ കണ്ടീഷൻസ് ഓപ്റ്റിമം ആയിരുന്നാൽ മാത്രമേ ഈ വിമാനം ഏതൊരു പ്രശ്നവുമില്ലാതെ ടേക്ക് ഓഫ് ആവുകയുള്ളൂ. അപ്പോൾ അവിടെ കണ്ടീഷൻസും ഓപ്റ്റിമം ആയിരുന്നു. വിമാനത്തിൽ ഇന്ധനവും പൂർണ്ണമായി നിറച്ചിരുന്നു. മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റിനടുത്ത് തന്നെ ടേക്ക് ഓഫുമായിട്ടുണ്ട്. ടേക്ക് ഓഫായ ഉടൻ തന്നെ സംഭവിച്ചത് ഈ വിമാനത്തിൻ്റെ 2 എൻജിൻസിലും പവർ ലോസ് സംഭവിച്ചു. ഇപ്പോൾ ഈ പവർ ലോസ് ഇത് എങ്ങനെ ഉറപ്പുവരുത്തി എന്നൊരു ചോദ്യം വരും. ഇത് പൈലറ്റ് തന്നെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് മെയ്ഡേ എന്ന ഒരു സന്ദേശം നൽകി. ഞങ്ങൾക്ക് ത്രസ്റ്റ് ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ പൈലറ്റ്സ് അവിടെ വാഗോണ്ട് തന്നെ ത്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ആകുന്നതിന് മുൻപ് തന്നെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ രാമിയ ടർബൈൻ എന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണം, അതായത് വിമാനത്തിലുള്ള 2 എഞ്ചിനും തകരാറായി എന്നൊരു സാഹചര്യം വരുമ്പോൾ ആ വിമാനത്തിനുള്ളിലേക്ക് വൈദ്യുതി പോകില്ല, ഇലക്ട്രിസിറ്റി പോകില്ല. കാരണം ഇലക്ട്രിസിറ്റി എഞ്ചിൻസിൽ നിന്നാണ് ജനറേറ്റ് ആകുന്നത്. അപ്പോൾ ആ സമയത്ത് വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾസിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിമാനത്തിൻ്റെ ബോഡിയിൽ ഉൾവശത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഫാൻ ഡെപ്ലോയ് ആകും, ടെർബോ പ്രോപ്പ് പോലെ ഡെപ്ലോയ് ആകും. അത് ചെയ്യുന്നത് ഈ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു എയർ ഫ്ലോ ഉപയോഗിച്ച് ഒരു ചെറിയ ടർബൈൻ ചുറ്റും അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ 2 എൻജിൻസും ഔട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കായും ഈ ഒരു മെക്കാനിസം വർക്കാകും. അപ്പോൾ ഈ പ്രത്യേക ടർബൈൻ ഡെപ്ലോ ആയിട്ടുള്ളത് CCTV ഫുട്ടേജസിലൂടെ തന്നെ ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൺഫേംഡായി കാണാൻ കഴിയുന്നില്ല, ഏറെക്കുറെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് 2 എഞ്ചിനും അതിൻ്റെ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 എഞ്ചിനും എങ്ങനെയാണ് ഒരേ സമയത്ത് പവർ നഷ്ടപ്പെടുക? ഇങ്ങനൊരു ചോദ്യം വരാം.
ഇവിടെയാണ് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യത്തെ കാര്യം 787-8ൽ 2 തരം എഞ്ചിൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ എഞ്ചിൻ റോൾസ് റോയ്സിൻ്റേത്, അടുത്തത് ജനറൽ ഇലക്ട്രിക്കിൻ്റെ എഞ്ചിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ റോൾസ് റോയ്സ് ഇതിന് മുൻപ് ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പരാതികളുണ്ട്. പക്ഷേ അത് വലിയ രീതിയിലൊന്നും പോയിട്ടില്ല. കാരണം ഈ 787-8 ഇതിൻ്റെ ടേക്ക് ഓഫ് സമയത്ത് ഒരു എഞ്ചിൻ പൂർണ്ണമായി ഔട്ടായാൽ മറ്റൊരു എഞ്ചിൻ വെച്ചുകൊണ്ട് തന്നെ ആ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അവർ പോകുന്ന റൺവേയിൽ V1 എന്ന ആ ഒരു സ്പീഡ് പൈലറ്റ് അറ്റൈൻ ചെയ്തതിന് ശേഷം ഒരു എഞ്ചിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ട് അത് നിയന്ത്രിക്കാൻ സാധിക്കും ഫുൾ പേലോഡ് കപ്പാസിറ്റിയിൽ. ഇനി V1 സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ, വിമാനം ആ റൺവേയിൽ ഒരു നിർദ്ദിഷ്ട വേഗതയിൽ എത്തി. ഈ ഒരു വേഗതയിൽ തന്നെ വിമാനം പറന്നുയരുന്നതാണ് നല്ലത്. ഈ വേഗതയ്ക്ക് ശേഷവും വിമാനം പറക്കുന്നതിന് പകരം അവിടെ ബ്രേക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ റൺവേ അവസാനിച്ചാലും നമുക്ക് ആ വിമാനത്തെ നിർത്താൻ സാധിക്കില്ല. അതാണ് ഈ ഒരു V1 സ്പീഡ്. ഈ V1 എന്നത് ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണ്. ആ ഒരു പോയിന്റിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഈ ബോയിങ് 787 വിമാനത്തിൽ വളരെ എളുപ്പത്തിൽ ഒരു എഞ്ചിൻ ഉപയോഗിച്ച് പറക്കാൻ സാധിക്കും. റോൾസ് റോയ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഈ പ്രത്യേക എയർ ഇന്ത്യ വിമാനത്തിൽ റോൾസ് റോയ്സ് എഞ്ചിൻസ് ഇല്ലായിരുന്നു. ജനറൽ ഇലക്ട്രിക്കിൻ്റെ എഞ്ചിൻസ് മാത്രമേ അത് സ്ഥാപിച്ചിട്ടുള്ളൂ. ഈ എഞ്ചിൻസിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഫോൾട്ട് വന്നതായി റിപ്പോർട്ടുകളുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 എഞ്ചിനും ഇപ്പോൾ ഉടൻ തന്നെ പരാജയപ്പെടാൻ എന്താണ് കാരണം എന്ന് നോക്കുമ്പോൾ ബേർഡ് സ്ട്രൈക്ക് അവിടെ സംശയാസ്പദമായി വരുന്നുണ്ട്. അതായത് വിമാനം പറന്നുയരുമ്പോൾ പക്ഷികൾ അതിൻ്റെ എഞ്ചിനുള്ളിലേക്ക് പോയി എഞ്ചിൻ 1നെയോ 2നെയോ പ്രവർത്തനരഹിതമാക്കി. ഇത് സംഭവിക്കില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. സള്ളി എന്നൊരു പൈലറ്റ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അദ്ദേഹം ആഡ്സൺ നദിയിൽ ചെന്ന് വിമാനം ഇറക്കി. എന്നിട്ട് ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ ജീവനുകളെയും രക്ഷപ്പെടുത്തി. കാരണം ആ വിമാനം പറന്നതിന് ശേഷം 2 എഞ്ചിനിലും ബേർഡ് സ്ട്രൈക്ക് ഉണ്ടായി. മൊത്തത്തിൽ അതിൻ്റെ പവർ നഷ്ടപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ആ നദിയിൽ കൊണ്ടായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത്. അതുപോലൊരു സമാനമായ സാഹചര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകാം. 2 എഞ്ചിനിലും ബേർഡ് സ്ട്രൈക്ക് സംഭവിച്ച് 2 എഞ്ചിനിലും പവർ നഷ്ടപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു സംശയം വരുന്നുണ്ട്. എന്നാൽ 2 എഞ്ചിനിലും ഒരേ സമയം പവർ നഷ്ടപ്പെടുക എന്നുള്ളത് സാധാരണ കാര്യമല്ല. മില്യണിൽ ഒരു ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏതൊരു ഏവിയേഷൻ ടൈപ്പ് ഓഫ് ആക്സിഡൻസിലും സിംഗിൾ ടൈമിൽ 2 എഞ്ചിൻ പവർ നഷ്ടപ്പെടുക, അതും ടേക്ക് ഓഫ് ടൈമിൽ നഷ്ടപ്പെടുക എന്നുള്ളത് അസാധാരണമായൊരു കാര്യമാണ്. ഇത് സത്യത്തിൽ നമുക്ക് വളരെ വളരെ മോശം ദിവസം തന്നെയാണ്. ഇനി ബേർഡ് സ്ട്രൈക്ക് കൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ എഞ്ചിനിൽ ഉള്ളിലായി മറ്റെന്തെങ്കിലും തകരാറ് സംഭവിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് എവിഡൻ്റ് ആയി തന്നെ ഒരു കാര്യം അറിയാൻ സാധിക്കും. അതാണ് പുക. എഞ്ചിൻസിൽ നിന്നും ഫയർ ബോൾസ് ഉണ്ടാകും. എന്നാൽ അങ്ങനെ യാതൊരു കാര്യവും ഈ ഒരു പ്ലെയിനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു സ്മോക്ക് ഓഫ് ഫയർ ബോൾസ് എഞ്ചിനിൽ നിന്നും അത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എഞ്ചിനിൽ നിന്നും പുക വന്നിട്ടില്ല. കംപ്രസേഴ്സിൽ നടന്നായും അറിയുന്നില്ല. ബേർഡ് സ്ട്രൈക്ക് സംഭവിച്ചാലും എഞ്ചിൻസിൽ തീ പിടിച്ചിട്ടുണ്ടാകണം. പക്ഷേ അങ്ങനെയും സംഭവിച്ചിട്ടില്ല. എഞ്ചിൻസ് അങ്ങനെ ക്ലീൻ ആയതുപോലെ പവർ നഷ്ടമായി അങ്ങനെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വിമാനത്തിൻ്റെ അവസാന സമയം താഴെ വീഴുന്ന സമയത്ത് പോലും അതിലുണ്ടായിരുന്ന പൈലറ്റ് വളരെ ബുദ്ധിമുട്ടി ആ വിമാനത്തിൻ്റെ നോസ് പോർഷൻ മുകളിലേക്ക് ഉയർത്തുന്നത് കാണാൻ സാധിക്കും. ഇത് CCTV ദൃശ്യങ്ങളിൽ ലാസ്റ്റ് ഒരു 2 to 3 സെക്കൻഡ്സ് നോക്കിയാൽ ആ വിമാനത്തിൻ്റെ നോസ് പോർഷൻ മുകളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അതായത് പൈലറ്റ് തൻ്റെ അവസാനത്തെ ഒരു ശ്രമം നടത്തി വിമാനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പറപ്പിക്കാനായി. കൂടാതെ ഈ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ എന്തുകൊണ്ട് ഉള്ളിലേക്ക് പോയില്ല? കാരണം വിമാനം പോസിറ്റീവ് റെഡ് ക്ലെയിമിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലാൻഡിംഗ് ഗിയർ ഉടൻ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഈ CCTV ഫുട്ടേജിലൂടെ കാണാൻ കഴിയുന്നതും ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ വിമാനം റൺവേ വിട്ട് പോയി. ഒരു പോസിറ്റീവ് റെഡ് ക്ലെയിമിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ അവർ ഉയർത്തിയിട്ടില്ലായിരുന്നു. അവസാന നിമിഷം വരെയും ആ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ താഴെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത് ലാൻഡിംഗ് ഗിയർ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആ വിമാനത്തിലുള്ള പ്രശ്നങ്ങൾ പൈലറ്റ്സ് നോട്ടീസ് ചെയ്തു. പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് ആയ ഉടൻ തന്നെ 2 എഞ്ചിൻസിലും അപ്പോൾ പവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പൈലറ്റ് ഈ ലാൻഡിംഗ് ഗിയർ പോലും ഉയർത്താതെ ഈ വിമാനത്തെ എങ്ങനെയെങ്കിലും പറത്തണമെന്ന് ചിന്തിച്ചത്. അപ്പോൾ ഈ ലാൻഡിംഗ് ഗിയർ ഉയർത്തണം എന്നതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു ടാസ്ക് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ലാൻഡിംഗ് ഗിയർ ലിഫ്റ്റ് ചെയ്യാത്തത്. കൂടാതെ അവർ ഈ മേഡേ സന്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് വ്യക്തമായി മനസ്സിലായി അവസാന സമയത്ത് ഈ 2 എഞ്ചിനും പവർ ഫെയിലായിട്ടുണ്ടെന്ന്. പക്ഷേ അതെന്ത് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ആ 2 എഞ്ചിനിലും പവർ തിരികെ കൊണ്ടുവരുന്നതിനുള്ളിൽ തന്നെ വിമാനം ക്രാഷ് ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം. V1 അറ്റൈൻ ചെയ്തതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്തേ മതിയാവുകയുള്ളൂ. പിന്നീട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല.
ടേക്ക് ഓഫ് ആയ ഉടൻ തന്നെ പോസിറ്റീവ് റേറ്റ് ഓഫ് ക്ലൈം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് എടുക്കുന്നതിനുള്ളിൽ തന്നെ 2 വിമാനത്തിലും ത്രസ്റ്റ് നഷ്ടപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ATCക്ക് വിളിച്ച് ഈ 2 ഇഞ്ചിലും ത്രസ്റ്റ് നഷ്ടമായി എന്നുള്ള മേഡേ സന്ദേശം നൽകുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം ആ വിമാനത്തെ ഒരു അവസാന ശ്രമത്തിലൂടെ എങ്ങനെയെങ്കിലും ലിഫ്റ്റ് ചെയ്യണമെന്ന് ശ്രമിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. റൺവേയിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറി ഒരു മെഡിക്കൽ മുകളിലേക്ക് ഈ വിമാനം ചെന്ന് പതിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതിൽ ഈ 1.5 കിലോമീറ്റർ വിമാനം കവർ ചെയ്യുന്നതിനുള്ളിൽ തീർച്ചയായും പൈലറ്റ്സിനെ കൊണ്ട് എന്താണ് പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കില്ല. ഈ വിമാനം കുറഞ്ഞതൊരു 10,000 20,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിമാനത്തിന്റെ 2 എഞ്ചിൻസും പവർ നഷ്ടപ്പെട്ടാൽ പോലും ആ വിമാനം അത്ര പെട്ടെന്ന് അങ്ങനെ ആകാശം വിട്ട് താഴേക്ക് വീഴില്ല. പൈലറ്റിന് ഒരു സമയപരിധി ഉണ്ടാകും. ഒരു 300-350 കിലോമീറ്റർ സമയം അവർക്കുണ്ടാകും ചിന്തിക്കുന്നതിന്. ഇത് എന്താണ് പ്രശ്നം, ഇതിനെ എങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെ അവരുടെ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കും. ഓരോ ചെക്ക് ലിസ്റ്റായി നോക്കി തീർച്ചയായും ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും. പക്ഷെ ടേക്ക് ഓഫ് ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ വിമാനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്കൊന്നിനും സമയം ലഭിച്ചില്ല. ചില സെക്കൻഡിൽ തന്നെ ടേക്ക് ഓഫ് ആയ വിമാനത്തിന്റെ മുഴുവൻ പവറും നഷ്ടമായി. പെട്ടെന്ന് താഴെ വീഴുകയും ചെയ്തു. വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവരും മരിച്ചു. അത്ഭുതകരമായി ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ഈ ഫ്ലൈറ്റ് ആക്സിഡന്റിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.